രാജേഷ് നന്ദിയങ്കോട് സംവിധാനം ചെയ്ത പകൽമഴ എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൂറ്റനാട് കലവറയിൽ വെച്ച് നടന്നു. പെൻസിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. പെൻസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ AK ഷാനിബ് അധ്യക്ഷനായിരുന്നു. രണ്ട് സുഹൃത്തുക്കളുടെ സൗഹാർദ്ദത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് രാജേഷ് നന്ദിയങ്കോട് സംവിധാനം ചെയ്ത പകൽമഴ. സുഹൃത്തു മൂലം സർവ്വതും നഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും നാടുവിട്ടുപോയ ആ സുഹൃത്ത് തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന, അയാളെ ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ കടന്നുപോകുന്നത്. വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ, ഗ്രാമീണ പശ്ചാത്തലം, ഛായാഗ്രഹണം എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഒരു സംവിധായകൻ എന്ന നിലയിൽ രാജേഷ് നന്ദിയങ്കോട് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരമാണ് ഈ ചിത്രത്തിലെ ഓരോ ദൃശ്യങ്ങളും. വരെ 300 ചില്ലായിരം കൂടി ഒക്കെ നിങ്ങളെ ഞാനത് ബസ്സിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾ നാരം നമ്മുടെ ഇപ്പോൾ ഒന്നും മുങ്ങി വരുന്ന സുഖം എവിടെയും അതൊക്കെ തോന്നലുണ്ട്. ഇപ്പൊ അവിടെ തടയാനായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. കാണില്ലോ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ഈ അവാർഡ് നമ്മുടെ നാടിനു കൂടിയുള്ളതാണെന്നും സിനിമാ മേഖലയിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു എന്നും അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ പറഞ്ഞു. എന്റെ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അന്ന് വിളിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെയോ വിളിക്കുകയോ എന്തൊക്കെയോ പറയുന്നു, വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ മുന്നേ ഏറ്റ പരിധൂർ ഹയർ സെക്കൻഡറിയിലെ നാടകം കളിക്കുന്ന 2 മണിക്ക് മനസ്സിലാതായിരുന്നു. ഈ അവാർഡൊക്കെ പറയുമ്പോൾ അതൊക്കെ സന്തോഷിക്കേണ്ട, ആരൊക്കെയോ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റത് പോയി കളിക്കണമല്ലോ, അവിടേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ മുഴുവൻ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് കളിക്കണ്ട, അപ്പോൾ അത് കളിക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക ചെയ്തത്. അതിൻ്റെ ഇടയിൽ പലരും വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് വിളിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ കുറേ പരിപാടികൾ, ചാലശ്ശേരി ഒരു പരിപാടി കഴിഞ്ഞു അങ്ങനെ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. പിന്നെ സന്തോഷം എന്ന് പറയുന്നത് എന്നെ ഈ സിനിമയിലേക്കൊക്കെ കൊണ്ടുവന്ന് സുദേവൻ പെരിങ്ങോട് അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. അവാർഡുകളൊന്നും നാടകമായാലും സിനിമയായാലും അവാർഡൊക്കെ കിട്ടണം വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്യുക, നല്ലൊരു ആസ്വദിച്ച് ചെയ്യുക. അധ്യാപനം അതെ, ആസ്വദിച്ച് ചെയ്യണം, കുട്ടികളും ആസ്വദിക്കണം, ഞാനും ആസ്വദിക്കണം. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നും സ്വപ്നം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നാടകത്തിലെ മറ്റുള്ളവർക്ക് അവാർഡൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്തിരുന്നത്. അതൊക്കെ എനിക്ക് കിട്ടണമെന്നൊന്നും ഞാൻ മോഹിച്ചിട്ടേ ഇല്ല ഇതുവരെ. ഇതിപ്പോൾ എങ്ങനെയൊക്കെയോ അങ്ങനെ എത്തിപ്പെട്ടു. ഫസൽ റസാക്കിന് ഈ ഒരു കഥ ചെയ്യാൻ തോന്നി, എന്നെ സെൻട്രൽ ക്യാരക്ടറാക്കാൻ തോന്നി. അത് ചെയ്തപ്പോൾ വിജയിച്ചു. അത് എവിടേക്കോ എത്തിപ്പെടുന്നു. അതൊക്കെ ഒരു നിമിത്തം പോലെ ഇങ്ങനെ സംഭവിച്ചതാണ്. നമ്മുടെ എല്ലാവരുടെയും അവാർഡാണ്. അത് എൻ്റെ ഒറ്റയ്ക്കല്ല, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ അവാർഡാണ്. അപ്പോൾ സന്തോഷം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് നടന്ന ഒപ്പുശേഖരണവും ശ്രദ്ധേയമായി. സിനിമ മേഖലയിൽ എല്ലാവർക്കും സമത്വം എന്നെഴുതിയ ബോർഡിൽ ഒപ്പുവെച്ച VT ബൽറാം ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ പ്രധാനപ്പെട്ട ഒരു അവാർഡ്, അല്ലെങ്കിൽ ആ നിലയിൽ ശ്രദ്ധേയമായ ഒരു അവാർഡ് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ശ്രീമതി ബീന ആർ ചന്ദ്രൻ ലഭിച്ചു. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ രാജേഷ് നന്ദിയങ്കോടിൻ്റെ പകൽമഴ എന്ന് പറയുന്ന ഹ്രസ്വചിത്രം, അത് വളരെ നല്ല ഒരു അനുഭവമായിരിക്കും നമുക്ക് എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. രാജേഷിനെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ഇടപെടലുകളും ശ്രീബ്രഹ്മത്തിൽ നിന്നും അദ്ദേഹം കടന്നു ചെയ്യാൻ അങ്ങനെ അദ്ദേഹം നമ്മൾക്ക് എത്രയോ കാലങ്ങളായി പരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ഇടപെടലുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കലയുടെയും സാംസ്കാരിക മേഖലയുടെയും എഴുത്തിൻ്റെയും മേഖലയിൽ മാത്രമൊന്നുമല്ല, അദ്ദേഹം നടത്തിയ വിത്ത് യാത്ര, അത് കേരളത്തിലെ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലകളിലും കടന്നു അല്ലേ. ഏതായാലും ആ ആവശ്യം ഈ ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമായി ഉയർത്തപ്പെടുന്നു എന്നുള്ളതിനെ ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുകയാണ്. ജയൻ ചാലിശ്ശേരി, സുധീർ പെരിങ്ങോട്, സുദേവൻ പെരിങ്ങോട്, CS ഗോപാലൻ മാഷ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. പകൽമഴയുടെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമായ അച്യുതാനന്ദൻ, പ്രേംപ്രകാശ്,
നിഷാദ് കോലഴി, സുമേഷ് ഭാരതി, സുനിൽ പുലിക്കോട്ടിൽ, സുന്ദരൻ ചെട്ടിപ്പടി, ബേബി ശാലിനി, ഷിനീൽ ജേക്കബ്, അഞ്ജു അരവിന്ദ്, മിഥുൻ എന്നിവരെ പെൻസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആദരിച്ചു. കലവറയിലെ നിറഞ്ഞ സദസ്സിന് മുൻപിലാണ് പകൽമഴയുടെ പ്രദർശനവും ബീന ആർ ചന്ദ്രനെ ആദരിക്കുന്ന ചടങ്ങും നടന്നത്. കലാകാരന്മാരും കലാകാരികളും ഒപ്പം കലയെ സ്നേഹിക്കുന്നവരും എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തുകൂടൽ. കൂറ്റനാടിന്റെ കലാ കേന്ദ്രമായ കലവറയ്ക്ക് ഇത് സന്തോഷം പെയ്തിറങ്ങുന്ന ഒരു സായം സന്ധ്യയായിരുന്നു. പെൻസിൽ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ സിന്ധു സുധീർ, ഫൈസൽ വാച്ചകൽ, ഹാരിസ് പള്ളത്ത്, മുഹമ്മദ് മനോജ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സുബോധ് ഭൂപ്പാല, ഷാജി ഷാ, നേഖ സുധീർ, ആഷിഫ് KP തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.